നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രാവിലെ എന്നെ വിളിച്ചുകൊണ്ടെത്താം, പുഴയിൽ മുങ്ങി കുളിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നിധി എന്നെ പറ്റിച്ചു. അയ്യോ, പറ്റിച്ചതൊന്നല്ല മോനെ, അവൾ എഴുന്നേറ്റിട്ട് വേണ്ടേ മോനെ വിളിച്ചുണർത്താൻ. ആഹാ, അത് കൊള്ളാലോ. നിധി ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ലാന്നേ, മുത്തശ്ശി പൂജ കഴിഞ്ഞ് ഇറങ്ങി വന്ന അവള് കിടന്ന് ഉറങ്ങുന്ന കണ്ട വെള്ളം എടുത്ത് തല വഴി ഒഴിച്ചു കൊടുക്കും. ഞാൻ വിളിച്ചുണർത്താനായിട്ട് വന്നതാ. അയ്യോ, വിളിച്ചൊന്നും ഉണർത്തല്ല ആന്റി. എന്താ, എന്തു പറ്റി? വിളിച്ചല്ല ഉണർത്തേണ്ടത്, ഇങ്ങനെ ചവിട്ടി വേണം ഉണർത്താൻ. അയ്യോ, ആന്റി വന്ന ഞാൻ കാണിച്ചു തരാം. ആന്റി ഇവിടെ നിൽക്കേ, ഞാൻ പതുക്കെ അകത്തേക്ക് കയറാം. അയ്യോ, അകത്തുനിന്ന് കുറ്റിയിട്ടേക്കാണല്ലോ ആന്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൾ ഉണർന്നാലല്ലേ കഥ തുറക്കാൻ പറ്റുള്ളൂ. വിളിക്കേ. വിളിക്കണ്ട, കഥകിന് മുട്ടാം. ഞാനാണെന്ന് അറിയണ്ട. ഓടിപ്പൊതിച്ച് കിടക്കണം തോന്നുന്നു, നല്ല ഉറക്കായിരിക്കും. കഥയിൽ മുട്ടുന്നൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടുണ്ടാവില്ല. ചില നേരത്തെ നിധി അങ്ങനെയാ, ഉറക്കത്തിന്ന് വിളിച്ചാ ഉണരാൻ വലിയ പാടാ. മോനൊന്ന് ഉറക്ക വിളിച്ചോക്ക്. അയ്യ, ഞാൻ വിളിച്ചാൽ ശരിയാവില്ല. പറഞ്ഞില്ലേ ആന്റി, ഞാനുണ്ടെന്ന് നിധി അറിയണ്ട. ഒരു കാര്യം ചെയ്യ്, ആന്റി വിളിച്ചു നോക്ക്, ഞാനിവിടെ മറഞ്ഞേക്കാം. ആ നിധി, മോളെ നിധി, കഥക് തുറക്ക്. നിധി, കഥക് തുറക്ക്. എന്താ മോനെ കഥക് തുറക്കാത്ത? നിധി, നിധി. ആന്റി ഒന്ന് മാറി. നിധി, നിധി, കഥ തുറക്കാൻ. അകത്തെന്തോ ബഹളം കേൾക്കുന്നുണ്ടല്ലോ. നിധി, 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 വന്നേ, അകത്തെന്താ പ്രശ്നം? നിധി, അയ്യോ ദൈവമേ, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? നിധി, നിധി, എന്താ, എന്ത് പറ്റി? നിധി എത്ര വിളിച്ചിട്ട് കഥ തുറക്കുന്നില്ല. എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല അശോകേട്ടാ. മോളൊന്ന് മാറിക്കേ. മോളെ, നിധി, നിധി, മോളൊന്ന് കഥ തുറന്നേ. ചേച്ചി, നിധി, ചേച്ചി, മോളെ കഥ തുറക്ക്. മോളെ, നിധി, നിധി. സംഗതി എന്തായാലും പൊളിച്ചു. അനലി സുരേന്ദ്രൻ പണി പറ്റിച്ചു. പുറത്ത് നല്ല ബഹളം കേൾക്കുന്നുണ്ട്. നീ ഒന്നുകൂടെ ചെവി വെച്ച് നോക്കി എന്താ പറയുന്നതെന്ന് കേൾക്കാം. ആന്റി, അവിടെ എല്ലാവരും കൂടിയിട്ടുണ്ട്. ഗൗതമന്റെ അച്ഛന്റെ നിഖിലിന്റെ ഒക്കെ ബഹളം കേൾക്കാം. ഡോറ് തുറന്നോ അവര്? അവളുടെ ഡെഡ് ബോഡി കണ്ടോ? അതൊന്നും എനിക്ക് പിടികിട്ടിട്ടില്ല, പക്ഷെ ആകെ വിളിയും ബഹളമൊക്കെ ആയിട്ടുണ്ട്. എങ്കിൽ ഇനിയും നമ്മൾ കഥക് തുറക്കാതിരിക്കുന്നത് മണ്ടത്തരോ. നമ്മളും അതിലേക്ക് ചെന്ന് ഇടപെടണം, അതാണ് ബുദ്ധി. പോലെ ഒരു കാര്യം കൂടി പറയണം. ഇപ്പൊ മുതല് നമുക്ക് രണ്ടുപേർക്കും നിധിയോട് അന്യായ സ്നേഹമായിരിക്കണം. പറ്റുമെങ്കിലേ ആ ഡെഡ് ബോഡി കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞേക്ക്. അതൊക്കെ ഞാൻ ഏറ്റു. ആന്റി നോക്കിയോ, ഞാനേ അഭിനയിച്ച് തകർക്കും. വാ. എന്തു പറ്റിയെന്നറിയില്ലോ ഭഗവാനെ. ഇത്രയും വിളിച്ചിട്ടും വിളി കേൾക്കാതിരിക്കോ? ഇതെന്തോ പറ്റിയിട്ടുണ്ട്, അത് ഉറപ്പാ. സാറേ, ഇനി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. വാതിൽ ചവിട്ടി പൊളിക്കുക സാറേ. എന്താ ഗൗതം, എന്താ പറ്റിയത്? അമ്മേ, ഈ മുറിയിലാ നിധി കിടന്നത്. കഥക് പൂട്ടിയേക്കുവാ. എത്ര വിളിച്ചിട്ട് തുറക്കുന്നില്ല. ഉറക്ക തട്ടി വിളിക്കുക, ഉറക്കത്തിലായിരിക്കും. ഞങ്ങൾ കുറെ നേരം കൊണ്ട് കഥകൾ അടിച്ച് ബഹളം വെക്കുക. ഇങ്ങനെയൊന്നും അവള് കിടന്നുറങ്ങില്ല. എന്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിധി, സമാധാനപ്പെടും. സുധാകരൻ, ഇത് തുറക്കാൻ വല്ല വഴിയുണ്ടോ? നോക്കി നിൽക്കാതെ ചവിട്ടി പൊളിക്ക് ഗൗതം. നിധി, ചേച്ചി, ഗൗതം അവിടെ ഇല്ല. നിധി, ഡോറ് പൂട്ടിയിട്ടൊക്കെ ആയിരുന്നല്ലോ, ഇനി ഇത് എവിടെ പോയി? അവളെവിടെ പോയി ആന്റി? എനിക്കങ്ങനെ അറിയാം. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അത് പിന്നെ ഇവരൊക്കെ കുറെ നേരം വിളിച്ചിട്ടും നിധി കഥക് തുറന്നില്ല. കഥക് ചവിട്ടിപ്പിടിച്ച് നോക്കിയപ്പോ ഇതിനകത്തില്ല. മുത്തശ്ശി, മോളെ കാണാനില്ല. അവൾ എവിടെ പോയിന്ന് അറിയാൻ വയ്യ. ഈശ്വര,
എന്റെ മോൾക്ക് എന്താ സംഭവിച്ചത്? എന്താ മുത്തശ്ശി ഇത്? ഇതിനകത്തല്ലേ നിധി കിടന്നുറങ്ങിയിരുന്നത്. വിളിച്ചിട്ട് കഥ തുറക്കാഞ്ഞിട്ടാ ഞാൻ ചവിട്ടി പൊളിച്ചത്. നിധി അവിടെ പോയി. പിന്നെ വരുന്നത് ആരാ? ഇതെവിടുന്ന് വരുന്നു? എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്? നീ കതവ് തുറക്കുന്നില്ലെന്നും പറഞ്ഞ് നിന്റെ ഭർത്താവ് ദേ ഈ മുറിയുടെ കതവ് ചവിട്ടി പൊളിച്ചിട്ട് നിൽക്കുക. ആ അത് പിന്നെ ആരായാലും പേടിച്ചു പോയില്ലേ? നിധിമോളെ രാവിലെ വിളിച്ചുണർത്തിയതും കുളിച്ച് വസ്ത്രം മാറി വരാനും പറഞ്ഞത് ഞാനാ. പൂജയ്ക്കുള്ള പഞ്ചഗവ്യവും പാലും മോള് തന്നെ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാവില് പോയിട്ട് വരുന്ന വഴിയാ ഇത്. പക്ഷെ കഥ അകത്തുനിന്ന് പൂട്ടിയിരുന്നു. അപ്പോ ഞങ്ങൾ വിചാരിച്ചു നിധി അകത്തുണ്ടാവുമെന്ന്. അകത്തുനിന്ന് പൂട്ടിയെന്ന് മോനോട് ആരാ പറഞ്ഞത്? നിധി പോയി കഴിഞ്ഞ് ഈ മുറി പൂട്ടിയതേ ഞാനാ. ആ എന്തായാലും മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ ഞങ്ങളെ ശരിക്കൊന്ന് പേടിപ്പിച്ചു. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? വിളിച്ചിട്ട് കഥക് തുറന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ ആവാൻ ഞങ്ങൾ പറഞ്ഞോ? ഉടനെ കഥക് ചവിട്ടി പൊളിച്ചു. ശരി ശരി, ഇനി അതങ്ങ് വിട്ടേക്ക്. സുധാകരൻ, ആ ആശാരിയെ വിളിച്ച് ഇന്ന് തന്നെ കഥക് ശരിയാക്കിയേക്കണം. ശരി, ഞാനിപ്പോ തന്നെ പോവാം. ആ എല്ലാവരും പോയി അവരവരുടെ പണികൾ നോക്കി വെറുതെ ഓരോന്ന് ഒപ്പിച്ചു വെച്ചോളൂ. നിധി നടക്ക് നടക്ക്. എന്നാലും ആക്ച്വലി എന്തായിരിക്കും സംഭവിച്ചത്? ആ പാമ്പ് എവിടെ പോയി? ശ്ശോ. അതിന് ഈ മുറിയിൽ എങ്ങനെ കാണൂ ദൈവമേ. അയ്യോ, ശ്ശേ. ആകെ നാണം കിട്ട പണിയായി പോയല്ലോ. പോകുമ്പോ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? അതും കൊള്ളാം. ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചുണർത്തി യാത്ര പറഞ്ഞാലേ എന്തിനാ ശല്യപ്പെടുത്തിയേന്ന് ചോദിച്ചേനെ. ശല്യപ്പെടുത്തിയാലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം കിട്ടില്ലേ? കേട്ട പാതി കേൾക്കാത്ത പാതി കഥകും ചവിട്ടി പൊളിച്ചു. മുത്തശ്ശി എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? വിളിച്ചിട്ട് കഥക് തുറക്കാതിരുന്നപ്പോ എനിക്ക് എന്ത് പറ്റിയതാണെന്ന ഗൗതം വിചാരിച്ചത്? എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റി കാണുമെന്ന് ഗൗതം കരുതിയോ? പിന്നല്ലാതെ. അല്ലെങ്കിൽ വിളിച്ചാൽ കഥ തുറക്കില്ലേ? ഇന്നിപ്പോ കഥക് ചവിട്ടി പൊളിക്കുമ്പോ ഞാൻ അകത്ത് മരിച്ചു കിടക്കുകയായിരുന്നെങ്കിൽ ഗൗതം എന്ത് ചെയ്യുമായിരുന്നു?